അപ്പം യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് കാണിക്കുന്നു മറിക്കുന്നത് വേറൊരു രൂപവും തരുന്നില്ല. മറ്റേ കഥകളൊന്നും നമുക്ക് വേണ്ടാന്ന് പറയുന്നതാണ്. റസൂലുള്ളാഹിൻ്റെ ജീവിതം, സഹാബകളുടെ ജീവിതം ഒക്കെ അനുഭവങ്ങൾ നമുക്ക് അല്ലാഹുവും റസൂലും മാത്രമേ വലിച്ചെറിയാൻ പറഞ്ഞു. പിന്നെ ഷാദാനി ഇമാം ഒരു ദിവസത്തെ ഒരു യാത്രയില് മൂപ്പർക്ക് സംഗതിയൊക്കെ കിട്ടിയതിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്നു, എന്റെ ജീവിതം പാഴാക്കിയ കോളേജാണ് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി കാണിച്ചിട്ടുള്ള അവിടുത്തെ ഷെയ്ഖുൽ ഇസ്ലാമാണ്. അതായത് മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ജനതയ്ക്ക് അത് ഫൈനൽ വേടാം. അത്രക്കും വലിയ ഇമാമായിരുന്നു ഷാദാനി ഇമാം. ആ ഷാദാനി ഇമാമാണ് പറയുന്നത് എന്റെ ജീവിതം പാഴാക്കിയ കോളേജാണെന്ന്. ഏത് ഇവിടുത്തെ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കോളേജില്ല, ഇസ്ലാമിക കോളേജ്. അപ്പൊ മൂപ്പര് എഴുതിയതും വായിച്ചതൊക്കെ മൂപ്പർക്ക് അബദ്ധമായി എന്ന് തോന്നി. എപ്പോ അള്ളാനെ കുറ്റിയത് അപ്പോഴത് പറയാൻ പറ്റും. അപ്പൊ ആ അള്ള ഏത് ശൈഖിന്ന് നമ്മൾ ശരിയാണോ? എല്ലാരും അവസ്ഥ തന്നെയാണ്. ആർക്കോ വലുതായി നിങ്ങൾക്ക് വലിയ നാളെ കൃഷ്ണൻ രാമനും മുഹമ്മദായി മാറും. ഇതുപോലെ നിങ്ങളിപ്പോ സഫറായി നടക്കുന്ന ഓടുന്നത്, സഫർ യാത്ര ഓടുന്നത്, നിങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നല്ല ബോധോദയം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. കണ്ടറിഞ്ഞ് ബോധ്യമായി ഞാൻ എന്താണ് ഇബ്രാഹിം റസൂലിനെയും മുഹിദ്ദീൻ നമ്മളായപ്പോൾ ആയി തീർന്നാൽ നിങ്ങളെ വിളിച്ച് പറയും, പുറപ്പോട്ട് കയറി നിങ്ങളെ വിളിച്ച് പോകും. അല്ല അത് പറഞ്ഞിട്ട് മൊയ്തീന്റെ കാലഘട്ടത്തില് പിന്നെ ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്. അല്ല നമ്മൾ വെറുതെ തോന്നി പറയാം, അതൊക്കെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. ഈ മൊയ്തി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പിന്നെ മഹാനായ അവസ്ഥയാണ്. ഈ മൊയ്തി ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചാണ് ഇമാം ബദവി എന്ന് പറഞ്ഞ ഒരു മഹാൻ. അപ്പൊ മൊയ്തി ഷെയ്ഖിന്റെ ശിഷ്യന്മാരിങ്ങനെ വന്നിട്ട് ഇമാം മഹദിനോട് ഇങ്ങനെ ബദവിനോട് ഇങ്ങനെ പോലീശ വന്നു. മൊയ്തി ഷെയ്ഖിന്റെ പോലീശ വന്നു. അപ്പൊ ബദവി ഷെയ്ഖ് പറഞ്ഞു, ഏത് മൊയ്തി ഷെയ്ഖാണ്? ഞാനല്ലാതെ മൊയ്തി ഷെയ്ഖാണ്. അത് മൂപ്പര് എങ്ങനെ അത് പറഞ്ഞത് പിന്നാണ് മനസ്സിലായത്. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കൃഷ്ണനും രാമനും മുഹമ്മദും യേശുവും മുഹമ്മദും ഇവരെല്ലാരും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഉയർന്നു പോകുമ്പോ നിങ്ങളെ റസൂലിനെ വലിച്ചെറിയുള്ളൂ. ഞാനല്ലാതെ വേറെ പറയുന്നുണ്ട്. നിങ്ങൾ റസൂലിനെ വിടണത് ആദ്യം നിങ്ങൾ ഷെയ്ഖിനെ വിടണം, പിന്നെ റസൂലിനെ വിടണം, പിന്നെ അള്ളാഹുവിന് മാത്രമായിരിക്കും. അള്ളാഹിനെ കിട്ടിയങ്ങൾ പറയും ഏത് റസൂലിന്റെ അത് വേറെ കാര്യം പറയുന്നത്. നമ്മളിവിടെ പോയപ്പോ മറ്റേ അമ്പകുന്ന് പോയപ്പോ സമയത്ത് ആ മജീദ് അബ്ദുൽ ഖാദർ ഇങ്ങനെ ചോദിച്ചപ്പോ റസൂലിനെ പറ്റി പറഞ്ഞപ്പോ മൂപ്പര് ഈ റസൂലിനെ ആ മക്കത്തും മദീനത്തൊക്കെ ജീവിച്ച മൂപ്പര് ആ ആളാണ്. എന്നോട് ചോദിക്കുക മൂപ്പരാണ് ഭയങ്കര നിഷ്കളങ്കമായിട്ടാട്ടോ, അല്ലാതെ പരിഹാസ രൂപത്തിലല്ല. മൂപ്പര നിഷ്കളങ്കത എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഈ റസൂലിനെ ഈ മക്കത്തും മദീനത്തൊക്കെ ജീവിച്ച് പോയ ആ ആളാണ്. മൂപ്പര് എവിടെ നിന്നല്ല അറ്റ വർത്തനത്തിൽ മൂപ്പര് വേറെന്തോ ആളിലാണ്, അല്ല എല്ലാം പോയി. പിന്നെ അള്ളാ മാത്രമേ ഉള്ളൂ, ആത്മാവായ അള്ളാ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ കഥ അതാ ഇപ്പം പറഞ്ഞ് ഇയാൾ പറഞ്ഞു ഉമ്മ കഞ്ഞി പഠിക്കാൻ വിളിക്കുന്നത് 1 മണി മുതൽ വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിഷയങ്ങൾ യഥാർത്ഥമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഉമ്മ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ വിളിക്കുന്നത് ഞാൻ ആലോചിച്ച് പോയത് യേശു കുറേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഫർ കേൾക്കും. അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മാതാവ് വരുന്നുണ്ട്. യേശുവിൻ്റെ മാതാവ് അങ്ങോട്ട് കിടന്നപ്പോൾ എല്ലാം ശ്രദ്ധ മാതാവിലേക്ക് പോയി, യേശുവിൻ്റെ. അപ്പോൾ അത് യേശുവിൻ്റെ ആ അമ്മ മാതാവ് വന്നിട്ടുണ്ട്. യേശു ഏത് മാതാവിനൊരു മാതാവില്ല, എനിക്കൊരു മാതാവില്ല എന്ന് പറഞ്ഞ് തൻ്റെ വിഷയത്തിലേക്കാണ് പോകുന്നത്. ആളുകളോടെല്ലാം വിഷയം സംസാരിക്കുകയാണ്. അപ്പോഴും മാതാവ് അവിടെ തടസ്സം സൃഷ്ടിക്കുന്നില്ല, മാതാവിനെ തട്ടിക്കളിയാണ്. മാതാവിന് തട്ടിക്കളയാൻ കാര്യമായിട്ട് ഒരു ദൈവികമായ യഥാർത്ഥ ജനങ്ങൾക്ക് ഇറക്കി കൊടുക്കുമ്പോൾ, മനസ്സിലേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അവിടെ മാതാവിൻ്റെ തടസ്സം മാറ്റാൻ പാടില്ല.
അല്ല ധിക്കരിച്ചെന്നുള്ളതല്ല, ധിക്കാരമല്ല, ഒരു യാഥാർത്ഥ്യം സംസാരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻ്റെ കഞ്ഞിയായിട്ട് വന്നിക്കണം ഉമ്മ. കഞ്ഞി ഇപ്പം വേണ്ടാത്ത പറഞ്ഞു. നമ്മൾ ഇതാ ഈ വീട് ഇപ്പോഴാ കോൺക്രീറ്റ്, മുമ്പ് മച്ചി വീടായിരുന്ന ആ കാലത്ത് ഈ അട്ടത്തായിരുന്നു ആ വീരൻ പപ്പയും കണ്ണുകൊണ്ട് അതുപോലെ തീർത്തായിരുന്നു. ആ കാലത്ത് ബന്ധപ്പെട്ടവരല്ല ഇവരും, ഇബ്രാഹിം, വേറെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, വേറെ ആളുകളൊക്കെ. പിന്നെ അവിടെ ബേസിക് കഴിഞ്ഞാൽ റൂമ് മാറിയപ്പോഴാണ് ഇവരൊക്കെ പെട്ടു. ആശിമ ഞാൻ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ അറിവുകളൊക്കെ തരുന്നത്. ഒന്ന് പാകപ്പെടുത്തി ഇതിലേക്കൊക്കെ എത്തിയത് കുറെ കഴിഞ്ഞിട്ടാണ്. ഇദ്ദേഹം ഈജിപ്തിൽ പോയിട്ട് വലിയ കുറ്റന്മാരെല്ലാം കണ്ട് കുറെ അല്ല, ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എന്താണെന്ന് തിരിയണ്ട. ഇപ്പൊ പെട്ടെന്ന് നമ്മള് പിന്നെ ഈജിപ്തിൽ പോയിട്ട് പറഞ്ഞ ഞാൻ കുറെ വേസ്റ്റ് ആക്കിയ സ്ഥലങ്ങളൊക്കെ അപ്പൊ പിന്നെ പോകേണ്ടി വന്നില്ല. പിന്നെ ഈജിപ്തിൽ പോയി പറയേണ്ടി വന്നിട്ട് പിന്നെ ഈജിപ്തിൽ പോകേണ്ടി വന്നില്ല. യാഥാർത്ഥ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകണ്ടല്ലോ.